ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. IPL മെയ് 17 തീയതി റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇതുവരെയുള്ള മത്സരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ബെസ്റ്റ് പ്ലേയിങ് 12 ചൂസ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ വീക്ക് ബൈ വീക്ക് ബേസിസിൽ അതാത് ആഴ്ചയിലെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു ടീം ഓഫ് ദി വീക്ക് ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 തവണ നമ്മൾ ടീം ഓഫ് ദി വീക്ക് ചൂസ് ചെയ്തു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെയുള്ള പെർഫോമൻസ് എല്ലാം നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ഒരു പ്ലേയിങ് 12 ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ നിരവധി മികച്ച പെർഫോമൻസുകളുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഓപ്പണേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത 5-6 ഓപ്പണർമാരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു പ്ലേയിങ് 12 ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ചൂസ് ചെയ്യുന്ന പ്ലേയിങ് 12 നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും ഡിഫറൻസ് ഉണ്ടാവാം. ഇപ്പോൾ ഓരോ സ്പോർട്ടിലും ഞാൻ ചൂസ് ചെയ്ത പ്ലേയേഴ്സിന് പകരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ മറ്റ് പ്ലേയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ടീമിൽ ഓരോ സ്പോർട്ടിലും ആ പ്ലേയേഴ്സ് എന്തുകൊണ്ട് വന്നു എന്ന് ഉള്ള കാര്യം ഞാൻ തീർച്ചയായിട്ടും പറയും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതുവരെയുള്ള IPL സോഫാറിലെ ഒരു ബെസ്റ്റ് പ്ലേയിങ് 12 നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. IPL 2025 ബെസ്റ്റ് പ്ലേയിങ് 12 സോഫാർ. എൻ്റെ ഈ ടീമിൽ ഞാൻ ഒരു ഓപ്പണറായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് RCBയിൽ നിന്ന് വിരാട് കോഹ്ലിയാണ്. ഇപ്പോൾ വിരാട് കോഹ്ലിയെ ചൂസ് ചെയ്തതിൻ്റെ കാരണം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ വിരാട് എന്ന് പറയുന്നത് ഒരു വൺ ഡയമെൻഷണൽ പ്ലെയർ അല്ല, അതായത് ഒരു ഫ്ലാറ്റ് ഡെക്ക് കിട്ടിയാൽ മാത്രം കളിക്കുന്ന പ്ലെയർ അല്ല. മത്സരം നടക്കുന്നത് ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആണെങ്കിൽ ഒരു 170-180 സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്യാനും, ഇനി ഒരു ടഫ് പിച്ച് ആണെങ്കിൽ ഒരു സൈഡ് ഹോൾഡ് ചെയ്യാൻ, ഒരു ആങ്കർ റോൾ പ്ലേ ചെയ്യാനും വിരാടിന് കഴിയും. അപ്പോൾ ഈ സീസണിൽ ഇതേവരെ 750 വിരാട് നേടിയിട്ടുള്ളത്. ഈ സീസൺ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് വന്നപ്പോൾ അറൌണ്ട് 180 സ്ട്രൈക്ക് റേറ്റിലാണ് വിരാട് സ്കോർ ചെയ്തത്. എന്നാൽ DCക്കെതിരെ ഒരു ടഫ് പിച്ച് ആയപ്പോൾ അറൌണ്ട് 100-110 സ്ട്രൈക്ക് റേറ്റിൽ ഒരു എൻഡ് ഹോൾഡ് ചെയ്തിട്ട് കൃണാൽ പാണ്ഡ്യയുമായിട്ട് ചേർന്നിട്ട് ആ മത്സരം വിജയിപ്പിക്കാനും വിരാടിനായി. അപ്പോൾ ആ രണ്ട് രീതിയിലും കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ് വിരാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഓട്ടോമാറ്റിക് ചോയ്സ് ആയിരുന്നു എൻ്റെ ഈ ടീമിൽ. ഇപ്പോൾ വിരാടിന്റെ ഈ സീസണിലെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 505 റൺസാണ് എടുത്തിട്ടുള്ളത്, ആവറേജ് 63. ഇനി സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ മറ്റ് ചില പ്ലേയേഴ്സിനേക്കാൾ കുറച്ച് കുറവാണ്, 143 ആണ് സ്ട്രൈക്ക് റേറ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് പിച്ചസിലും RCB കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മത്സരങ്ങളിലെല്ലാം RCB വിജയത്തിൽ എത്തിക്കാനായി. അപ്പോൾ അവിടെ സ്ട്രൈക്ക് റേറ്റ് അല്ല, അപ്പോൾ എന്താണ് വേണ്ട സ്കോർ അതിനനുസരിച്ച് ആ ഒരു ട്രാൻസിഷൻ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ വിരാട് കോഹ്ലിക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഈ സീസണിലെ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 73 ആണ്. അപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ട്സിൽ 1 വിരാട് കോഹ്ലിയാണ്. അപ്പോൾ ഇവിടെ വിരാട് ആയതുകൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തെ എൻഡിൽ മികച്ച പെർഫോമൻസ് ഉണ്ടായിട്ടും ഇപ്പോൾ സായി സുദർശനെയോ ശുഭ്മാൻ ഗില്ലിനെയോ ഞാൻ പരിഗണിച്ചില്ല. ഒരു സൈഡിൽ വിരാട് കോഹ്ലി ഉള്ളപ്പോൾ, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ഉള്ളപ്പോൾ, എനിക്ക് അടുത്ത എൻഡിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് ആയിട്ടുള്ള, ഡെയറിംഗ് ആയിട്ടുള്ള, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അതായത് വരുന്ന ആദ്യ പന്ത് തൊട്ട് തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ, ഇപ്പോൾ ടേക്കിംഗ് ദ അറ്റാക്ക് ടു ദ ഓപ്പോസിഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഡെയറിംഗ് ആയിട്ട് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറിനെ ആയിരുന്നു എനിക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് പഞ്ചാബ് കിങ്സിൽ നിന്ന് പ്രിയാൻഷ് ആര്യയാണ്. പിന്നെ എനിക്ക് പ്രിയാൻഷിന് പകരം വേറൊരു ഓപ്ഷൻ ഉള്ളത് പഞ്ചാബിൽ നിന്ന് തന്നെ പ്രഭ്സിമ്രാൻ സിംഗ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റ് നോക്കിയാലും അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ലെഫ്റ്റ് റൈറ്റ് കോംബോയും എനിക്ക് പ്രിയാൻഷിലൂടെ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിരാടിന് കൂട്ടായിട്ട് പ്രിയാൻഷ് ആര്യയെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 12 മത്സരങ്ങളിൽ നിന്ന് 417. ഇവിടെ സ്ട്രൈക്ക് റേറ്റ് 194.85, അതായത് അറൌണ്ട് 200 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ പ്രിയാൻഷിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫാസ്റ്റ് ആയിട്ട് നൽകാൻ പ്രിയാൻഷിന് കഴിയും. ഈ സീസണിൽ ഒരു 250യും ഒരു സെഞ്ചുറിയും പ്രിയാൻഷ് നേടിയിട്ടുണ്ട്. ചെന്നൈക്കെതിരെ നേടിയ 103 ആണ് പ്രിയാൻഷിന്റെ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഓപ്പണിംഗ് സോർട്ടഡ് ആണ് പ്രിയാൻഷ് ആര്യ, വിരാട് കോഹ്ലി. ഇനി നമ്പർ 3ലേക്ക് വരുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ജോസ് ബട്ട്ലറിനെയാണ്. ഇപ്പോൾ നിങ്ങളിൽ പലരും, ഈ വീഡിയോ കാണുന്ന പലരും ആ ഒരു സ്ലോട്ടിൽ ചൂസ് ചെയ്യുക ശ്രേയസ് അയ്യരെ ആയിരിക്കും. ശ്രേയസ് അയ്യരും എൻ്റെ ഒരു ഓപ്ഷൻ തന്നെയായിരുന്നു. പക്ഷേ ഞാനിവിടെ ജോസ് ബട്ട്ലർ ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനും കൂടിയാണ്. ഇപ്പോൾ എൻ്റെ ടീം ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷൻ ഇല്ല. ഇവിടെ ജോസ് ബട്ട്ലറിന് പകരം ഞാൻ ശ്രേയസ് അയ്യരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പകരം എനിക്കൊരു വിക്കറ്റ് കീപ്പറിനെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ബട്ട്ലറിനോളം മികച്ച സ്റ്റാറ്റ്സ് ഉള്ള, ബാറ്റിംഗ് സ്റ്റാറ്റ്സ് ഉള്ളൊരു പ്ലെയർ ഈ സീസണിലില്ല വിക്കറ്റ് കീപ്പിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരു സ്ലോട്ട് അങ്ങനെ ഒരു വിക്കറ്റ് കീപ്പറിന് വേണ്ടി കൊടുക്കേണ്ടി വരും. പക്ഷെ അതിൽ നല്ലത്, ഇപ്പോൾ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രേയസ് അയ്യരേക്കാൾ കുറച്ചുകൂടി നല്ല നമ്പേഴ്സാണ് ബട്ട്ലറിന്. അതുകൊണ്ടാണ് ബട്ട്ലറിനെ ഞാൻ നമ്പർ 3യിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് എനിക്ക് ബട്ട്ലറിനെയും ശ്രേയസ് അയ്യരനെയും ഒരുമിച്ച് ടീമിൽ ഇടുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ബാറ്റിംഗ് ഓർഡറിൽ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതായത് ഈ IPL അവർ കളിച്ചിട്ടുള്ള ബാറ്റിംഗ് ഓർഡറിൽ നിന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഇമ്പാക്റ്റ് ആ ഒരു അത്രയും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ശ്രേയസ് അയ്യരനെ ചൂസ് ചെയ്യാതെ ജോസ് ബട്ട്ലറിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട്ലറിന്റെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 500 റൺസ്, ആവറേജ് 71.42 ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് 163.93 ആണ്, 550 ഉണ്ട്. അപ്പോൾ ജോസ് ബട്ട്ലർ ആണ് എൻ്റെ 1 ഡൗൺ. ഇനി നമ്പർ 4ലേക്ക് വന്നാൽ അതൊരു ഓട്ടോമാറ്റിക് ചോയ്സ് ആണ് സൂര്യകുമാർ യാദവ്. സൂര്യയാണ് ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്നത്. 12 മത്സരങ്ങളിൽ നിന്ന് 518 റൺസ്. ഇപ്പോൾ ആവറേജ് നോക്കിയാൽ വിരാടിന്റെ ആവറേജിനോട് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്, 63.75. സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 170 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്.
അതുപോലെ തന്നെ 350, ഹൈ സ്കോർ എന്ന് പറയുന്നത് 68. ഇതേവരെ കളിച്ച മത്സരങ്ങളിലെല്ലാം അറ്റ്ലീസ്റ്റ് 25 റൺസ് പ്ലസ് സ്കോർ ചെയ്യാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് ഓട്ടോമാറ്റിക് ചോയ്സ് ആണ്. ഇനി നമ്പർ 5ലേക്ക് വന്നാൽ മുംബൈ ഇന്ത്യൻസിൽ നിന്നുള്ള മറ്റൊരു താരമാണ് ഹാർദിക് പാണ്ഡ്യ. ഈ ഒരു പ്ലേയിങ് 12ന്റെ ക്യാപ്റ്റനും ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ഇപ്പോൾ ഹാർദിക്കിന്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 158 റൺസ്, ആവറേജ് 26 ഉള്ളൂ. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി സ്ട്രൈക്ക് റേറ്റ് ആണ്, 168. ഇനി ഹാർദിക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബോളിംഗും ഓപ്പൺ ചെയ്യിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഹാർദിക്. അപ്പോൾ ഈക്വലി ഗുഡ് ആണ്. അപ്പോൾ ബാറ്റിംഗ് എടുത്താലും ബോളിംഗ് എടുത്താലും ഈക്വലി ഗുഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഹാർദിക്. ബോളിംഗിൽ 13 വിക്കറ്റുകളും കൂടി ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഉണ്ട്. 11 മത്സരങ്ങളിൽ നിന്ന് 13 വിക്കറ്റ്. ഇക്കോണമി സ്ലൈറ്റ്ലി ഉണ്ട്, ഹയർ സൈഡ് ആണ്, 9.17 ആണ് ഇക്കോണമി വരുന്നത്. ഇപ്പോൾ ഹാർദിക്ക് വരുമ്പോൾ ഒരു ഫിനിഷറിന്റെ റോൾ ചെയ്യാനും കഴിയും, അതുപോലെ തന്നെ ഇപ്പോൾ ബോളിംഗിൽ പല ഫേസസിലായിട്ട് ബോൾ ചെയ്യാനും കഴിയും. അതുകൊണ്ടാണ് ഹാർദിക്കിനെ ഞാൻ 5ാം നമ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 6ാം നമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ RCBയിൽ നിന്ന് കൃണാൽ പാണ്ഡ്യ. ഇവിടെ പാണ്ഡ്യ ബ്രദേഴ്സ് വീണ്ടും ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ കൃണാലിന്റെ നമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലന്റ് നമ്പേഴ്സ് ആണ്. വിക്കറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കൃണാലിന്റെ ബെസ്റ്റ് സീസൺ ആണിത്. 11 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റ്. ഇക്കോണമി എന്ന് പറയുന്നത് 8.57 മാത്രമാണ്. ഇനി ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ 97 റൺസാണ് എടുക്കാൻ കഴിഞ്ഞതെങ്കിലും ആ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സ്, DCക്കെതിരെ ആ ഒരു മാൻ ഓഫ് ദ മാച്ച് നേടിക്കൊടുത്ത 73 റൺസ് ആ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സ് ആയിരുന്നു. ആ മത്സരം വിജയിപ്പിക്കാനും കൃണാൽ പാണ്ഡ്യയ്ക്കായി. അപ്പോൾ കൃണാൽ പാണ്ഡ്യയും ഏറെക്കുറെ ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് തന്നെയാണ്. അപ്പോൾ നമ്പർ 6 വരുന്നത് കൃണാൽ പാണ്ഡ്യയാണ്. നമ്പർ 7ൽ ഫിനിഷറായിട്ട് വരുന്നത് മറ്റൊരു RCB താരമാണ്, ടിം ഡേവിഡ്. ഇപ്പോൾ ടിം ഡേവിഡിന്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 186 റൺസാണ് എടുത്തിട്ടുള്ളത്. സ്ട്രൈക്ക് റേറ്റ് 193.75 ആണ്. അവസരം കിട്ടിയപ്പോഴെല്ലാം മികച്ച രീതിയിൽ RCBക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ ടിം ഡേവിഡിന് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ആ പഞ്ചാബ് കിങ്സിനെതിരെ ഒരു റെയിൻ കട്ടൈൽഡ് മാച്ചിലൊക്കെ ടോപ്പ് ഓർഡർ അമ്പയെ പരാജയപ്പെട്ടിട്ടും അല്പമെങ്കിലും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ടാർഗറ്റിൽ എത്തിച്ചത് ടിം ഡേവിഡ് ആണ്. അതുപോലെ തന്നെ മറ്റു മത്സരങ്ങളിലും നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ ടിം ഡേവിഡിന് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫിനിഷർ എന്ന് പറയുന്നത് ടിം ഡേവിഡ് ആണ്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്പർ 8 മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ജസ്പ്രീത് ബുംറ. ഇപ്പോൾ ബുംറ 8 മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ മത്സരം പരിക്ക് മൂലം കളിച്ചിട്ടില്ല. തിരികെ വന്നിട്ട് ഇപ്പോൾ ഇക്കോണമി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ഇക്കോണമി റേറ്റ് ആണ് ബുംറയ്ക്ക്. 6.68 മാത്രമാണ് ബുംറയുടെ ഇക്കോണമി റേറ്റ് എന്ന് പറയുന്നത്. 8 മത്സരങ്ങളിൽ നിന്നായിട്ട് 13 വിക്കറ്റുകളും ബുംറ വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബോളിംഗിന്റെ സ്പിയർ ഹെഡ് ബുംറ തന്നെയാണ്. ഇനി 9ാം നമ്പറിലേക്ക് വരുമ്പോൾ ഒരു സ്പിന്നർ. എൻ്റെ ടീമിലെ മെയിൻ സ്പിന്നർ എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് നൂർ അഹമ്മദ് ആണ്. അപ്പോൾ ആദ്യ മത്സരങ്ങളിലെല്ലാം എക്സലന്റ് ആയിട്ടാണ് നൂർ ബോൾ ചെയ്തത്. പിന്നെ ഇടയ്ക്ക് ചില മത്സരങ്ങളൊന്നും എക്സ്പെൻസീവ് ആയെങ്കിലും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് വീണ്ടും ഫോമിലേക്ക് തിരികെ വന്നു. ഇപ്പോൾ 12 മത്സരങ്ങളിൽ നിന്ന് 20 വിക്കറ്റുകളാണ് നൂർ അഹമ്മദ് വീഴ്ത്തിയിട്ടുള്ളത്. ഇക്കോണമി റേറ്റ് എന്ന് പറയുന്നത് 8.02 മാത്രമാണ്. ബെസ്റ്റ് ബോളിംഗ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 18 റൺസ് വഴങ്ങി 4 വിക്കറ്റാണ്. ഇപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയായിട്ട് ഒരു പർപ്പിൾ ക്യാപ്പിന്റെ കാര്യത്തിൽ ടൈഡ് ആണ് നൂർ അഹമ്മദ് എന്ന് പറയുന്നത്. അപ്പോൾ നൂർ അഹമ്മദ് ആണ് എൻ്റെ ടീമിലെ മെയിൻ സ്പിന്നറായിട്ട് വരുന്നത്. ഇനി നമ്പർ 10 RCBയിൽ നിന്ന് ജോഷ് ഹേസൽവുഡ്. ഇപ്പോൾ ഹേസൽവുഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് 18 വിക്കറ്റുകൾ നേടാനും ഹേസൽവുഡിനായി. ഇപ്പോൾ ഒരു മത്സരം പരിക്ക് മൂലം കളിച്ചിട്ടില്ല. ഇപ്പോൾ ഇക്കോണമി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 8.44 ഉള്ളൂ. ബെസ്റ്റ് ബോളിംഗ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ 33 റൺസ് വഴി 4 വിക്കറ്റ്. ഇപ്പോൾ രാജസ്ഥാനെതിരെ മത്സരത്തിലേക്ക് RCB തിരിച്ചു കൊണ്ടുവന്നതും ആ മത്സരം വിജയിപ്പിച്ചതും ഹേസൽവുഡ് ആണ്. അപ്പോൾ ഹേസൽവുഡും ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങളിൽ RCBക്ക് വേണ്ടി ഹേസൽവുഡ് കാണില്ല. അപ്പോൾ ഷോൾഡർ നിഗിൾ കാരണം ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് മത്സരം കളിച്ചിരുന്നില്ല. തിരികെ നാട്ടിലേക്ക് പോയതിനു ശേഷം ഇനി ഹേസൽവുഡ് തിരിച്ചു വരാൻ സാധ്യതയില്ല. പിന്നീട് ന്യൂസിലൻഡിൽ നിന്ന് ആഡം മിൽനെ വെച്ചിട്ട് നമ്മുടെ ഹേസൽവുഡിനെ RCB റീപ്ലേസ് ചെയ്യുന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടില്ല. എങ്കിലും ഈ സീസണിൽ ഇനി ഹേസൽവുഡ് RCBക്ക് വേണ്ടി കളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അത് RCBയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എങ്കിലും ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ ഹേസൽവുഡിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഹേസൽവുഡിനെ ഞാൻ ഈ ടീമിൽ ഉൾപ്പെടുത്താൻ കാരണം. ഇനി നമ്പർ 11ലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് പ്രസിദ്ധ് കൃഷ്ണ. പ്രസിദ്ധാണ് പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ. 11 മത്സരങ്ങളിൽ നിന്ന് 20 വിക്കറ്റ് എടുക്കാൻ പ്രസിദ്ധിന് കഴിഞ്ഞു. ഇക്കോണമി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 7.65 മാത്രമാണ്. അതുപോലെ ബെസ്റ്റ് ബൗളിംഗ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 41 റൺസ് വഴങ്ങി 4 വിക്കറ്റ്. അപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ ഓട്ടോമാറ്റിക് ചോയ്സ് തന്നെയാണ്. കാരണം പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആണ്. ഇപ്പോൾ നൂർ അഹമ്മദുമായിട്ട് വിക്കറ്റിൽ ടൈഡ് ആണെങ്കിലും ഇക്കോണമി റേറ്റ് വെച്ചിട്ട് പ്രസിദ്ധാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇനി നമ്പർ 12 എൻ്റെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നത് മറ്റൊരു സ്പിന്നറാണ് KKRൽ നിന്ന് വരുൺ ചക്രവർത്തി. ഇപ്പോൾ വരുണിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 12 മത്സരങ്ങളിൽ നിന്ന് 17 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇക്കോണമി റേറ്റ് എന്ന് പറയുന്നത് 7 മാത്രമാണ്. ബെസ്റ്റ് ബോളിംഗ് ഫിഗേഴ്സ് 22 റൺസ് വഴങ്ങിയിട്ട് 3 വിക്കറ്റ്. അപ്പോൾ ഒരു ഇക്കോണമി റേറ്റിലായാലും വിക്കറ്റിന്റെ എണ്ണത്തിലായാലും KKRലെ തന്നെ മികച്ച ബോളർമാരിൽ ഒരാളാണ് ഈ സീസണിൽ വരുൺ ചക്രവർത്തി. അപ്പോൾ വരുൺ കൂടി വരുന്നതോടെ എനിക്ക് ഈ ടീം നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ബോളിംഗിൽ 4 ഓപ്ഷൻ ഉണ്ട്. അതായത് ബുംറ, ഹേസൽവുഡ്, പ്രസിദ്ധ് കൃഷ്ണ, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ. ഇനി സ്പിൻ നോക്കിക്കഴിഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ട്. അതായത് നൂർ അഹമ്മദ്, വരുൺ ചക്രവർത്തി, കൃണാൽ പാണ്ഡ്യ. അപ്പോൾ 4-3. അപ്പോൾ ഇൻ ടോട്ടൽ എനിക്ക് 7 ബോളിംഗ് ഓപ്ഷൻസും ഈ ടീമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിരവധി താരങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തവരുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ ഈ ഒരു ടീമിനെ ചൂസ് ചെയ്തതിന് പിന്നിലുള്ള തോട്ട് പ്രോസസ്സ് ആ ഒരു റാഷണൽ ഇതൊക്കെയാണ്. ഇനി ഞാൻ ബാക്കപ്പ് പ്ലേയേഴ്സ് ആയിട്ട് 3 പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഈ 3 പ്ലേയേഴ്സും ഒരു ടീമിൽ നിന്ന് തന്നെയാണ്, പഞ്ചാബ് കിങ്സ്. ശ്രേയസ് അയ്യർ, അർഷദീപ് സിംഗ്, പ്രഭ്സിമ്രാൻ സിംഗ്. ഇവർ 3 പേരുമാണ് എൻ്റെ ബാക്കപ്പ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാക്കപ്പ് ബാറ്ററായിട്ട് ശ്രേയസ് ഉണ്ട്, ഒരു ബാക്കപ്പ് പേസറായിട്ട് അർഷദീപ് ഉണ്ട്. ഇനി ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ പ്ലസ് ബാറ്ററായിട്ട്
പ്രഫ് സിമ്രാനും ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരുമാണ് എൻ്റെ ബാക്കപ്പ് പ്ലേയേഴ്സ്. ഇവരെയും എനിക്ക് ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഇവർ പുറത്തു പോയത്. അപ്പോൾ ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർദിക് പാണ്ഡ്യയാണ്. വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത് ജോസ് ബട്ട്ലറാണ്. അപ്പോൾ ഞാൻ ടീം ഒന്നുകൂടി പറയാം. ഓപ്പണേഴ്സ് ആയിട്ട് RCBയിൽ നിന്ന് വിരാട് കോഹ്ലി, പഞ്ചാബ് കിങ്സിൽ നിന്ന് പ്രിയാൻഷ് ആര്യ, 1 ഡൗൺ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ജോസ് ബട്ട്ലർ, പിന്നീട് നമ്പർ 4 മുംബൈ ഇന്ത്യൻസിൽ നിന്ന് സൂര്യകുമാർ യാദവ്, നമ്പർ 5 മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യ, നമ്പർ 6 RCBയിൽ നിന്ന് കൃണാൽ പാണ്ഡ്യ, നമ്പർ 7 RCBയിൽ നിന്ന് ടിം ഡേവിഡ്, നമ്പർ 8 മുംബൈയിൽ നിന്ന് ജസ്പ്രീത് ബുംറ, നമ്പർ 9 CSKയിൽ നിന്ന് നൂർ അഹമ്മദ്, നമ്പർ 10 RCBയിൽ നിന്ന് ജോഷ് ഹേസൽവുഡ്, നമ്പർ 11 GTയിൽ നിന്ന് പ്രസിദ്ധ് കൃഷ്ണ, നമ്പർ 12 ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് KKRൽ നിന്ന് വരുൺ ചക്രവർത്തി, ബാക്കപ്പ് പ്ലേയേഴ്സ് ആയിട്ട് ശ്രേയസ് അയ്യർ, അർഷദീപ് സിംഗ്, പ്രഫ് സിമ്രാൻ സിംഗ്. എന്താണ് ഈ ടീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ബെസ്റ്റ് പ്ലേയിങ് 12 കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.